ഭഗവാനെ കൊണ്ട് നടക്കാനുള്ള ഒരു മഹാഭാഗ്യം തന്നെയാണ്. അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ കീഴ്ശാന്തി നമ്പൂതിരിമാർക്ക് കിട്ടുന്ന മഹാഭാഗ്യങ്ങള്. ഭഗവാനെ ഒപ്പം കൊണ്ട് നടത്തുക, കുളിപ്പിക്കുക, ഭഗവാനെ കൈ പിടിച്ച് നടത്തുക. ഭഗവാന്റെ കളിക്കൂട്ടുകാരന്മാര്, ഗോപാലകന്മാരെയൊക്കെയാണ്. ഭഗവാന് 2 വയസ്സാണെങ്കിൽ നമുക്കൊരു 4 വയസ്സ് 5 വയസ്സ് എല്ലാം ഒരു കാർന്നവര് എന്നുള്ള നിലയ്ക്ക് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യണല്ലേ. അങ്ങനെ ഭഗവാനെ ആനപ്പുറത്ത് കയറ്റും, അത് കാഴ്ചകളൊക്കെ കാണിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ആ ഭഗവാനെ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തൊന്നും ആവില്ല അദ്ദേഹം. ആകപ്പാട് എന്തോ ഒരു ഇതുമാതിരിയൊക്കെ തോന്നും. അത് ഭഗവാനാണ് നമ്മുടെ കയ്യിലിരിക്കണത്, വേറെ ആരല്ല. സാക്ഷാൽ വൈകുണ്ഠനാഥനാണ് ഇരിക്കണത്. അപ്പൊ അതിൻ്റെ ഒരു അനുഭൂതിയും മറ്റൊക്കെ തന്നെ. ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്നാൽ തന്നെ നമ്മളൊന്നും വർത്താനൊന്നും പറയാറില്ല, എടുക്കാൻ പറ്റില്ല, വർത്താനം പറയാൻ പറ്റില്ല. ആരാണ് എന്താണ് എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല, ഒരു മായമാര്. അത് കഴിഞ്ഞ് ഭഗവാന്റെ ദീപാരാധനയ്ക്ക് അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കണം, പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കണം. 6 മണിക്ക് ദീപാരാധന. അതിന് സമയത്ത് നമ്മൾ ഈ കൊടി കയറ്റിയിട്ടുണ്ടാവുമല്ലോ, കൊടിയിലെല്ലാം ചൈതന്യം ഉണ്ടാവും. ആ ചൈതന്യം മുഴുവൻ ഈ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് ലയിപ്പിക്കും. മെയിൻ കൊടിയുടെ അല്ല, ആ സൈഡിലുള്ള ദിക്കുകൊടികളിലുള്ള ചൈതന്യം മുഴുവൻ ഇതിലേക്കാവായി. മെയിൻ കൊടി അവസാനം വയ്ക്കുക. അപ്പം അങ്ങനെയുള്ള എല്ലാ ചൈതന്യങ്ങളും ഇതിലാക്കി കഴിഞ്ഞിട്ടാണ് ഭഗവാനെ ആ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കണം. 6 മണി 6:10 മണി ദീപാരാധന. ഈ ദീപാരാധന കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. അപ്പൊ അതിന് വേറെയും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എഴുന്നള്ളിക്കുന്ന ആനേനെ പ്രത്യേക പൂജ ഉണ്ട്. ആന ആ സമയത്ത് ആനക്കാരനൊന്നും ആനയൊന്നും തൊടാൻ പാടില്ല. ആനേനെ പൂജിച്ച് ആനയ്ക്ക് ചോറൂരിലോ അല്ലെങ്കിൽ ശർക്കര പായസമോ എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് ആനേനെ സംതൃപ്തിനായിട്ട് ഭഗവാൻ അതിന്റെ മുകളിൽ കയറ്റിയിട്ട് കൊണ്ടുപോണത്. അപ്പൊ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ പുറത്തേക്ക് എഴുന്നള്ളി സ്വർണ്ണത്തിടമ്പിൽ സ്വർണ്ണ കോലത്തിൽ കെട്ടി ഭഗവാനായിട്ട് ആനപ്പുറത്ത് കയറ്റണു. ആ സമയത്ത് ഭക്തരങ്ങളെല്ലാവരും നാമം ചൊല്ലുണ്ടാവും, നിറപറ ചൊരിയുണ്ടാവും, പഞ്ചവാദ്യമാണ് ആ സമയത്ത്. അതും ഇന്നത്തെ കാലത്തുള്ള കേരളത്തിലുള്ള ഒരുവിധം പ്രധാനികളുണ്ടാവും. പഞ്ചവാദ്യം അങ്ങനെ കൊട്ടി കയറി വന്ന് നമ്മുടെ ഏകദേശം നാരായണാലയം അവിടെ എത്തനോടുകൂടി പഞ്ചവാദ്യം അവസാനിച്ച് പിന്നെ മേളം തുടങ്ങി. പാണ്ടിമേളം തുടങ്ങി പഞ്ചാരിമേളത്തിൽ അവസാനിച്ചിട്ടാണ് അമ്പലത്തിൽ എത്തുക. പാണ്ടിമേളം തുടങ്ങി കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ കുളത്തിൻ്റെ ഇപ്പുറത്തെ ഒരു കരിങ്കൽ അത്താണിയുടെ അവിടെ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ മേളം പെട്ടെന്നായിട്ട് നിൽക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, എന്താ ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പം അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. ഭഗവാന്റെ പണ്ട് കാലത്ത് ഭഗവാന്റെ സേവകനായ കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ എല്ലാ കണക്കുകളും നോക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലില്ലാണ്ട് ഭഗവാന്റെ കാര്യം നല്ലോണം ആത്മാർത്ഥമായിട്ട് ചെയ്യണ ഒരു കാര്യസ്ഥൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യസ്ഥനാകുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ കളവും ചെലവും നടത്താൻ പറ്റില്ല, അസൂയ വരും. അങ്ങനെ ഒരു ദിവസം ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ ഈ കണ്ടിയൂർ പട്ടത്ത് നമ്പീശനെ അവർ കൊന്നു ആ കുളത്തിൻ്റെ ഉള്ളിലേക്കാടും. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് ഭഗവാൻ അങ്ങോട്ട് മുന്നിലേക്ക് പോണില്ല. ഭഗവാന് സങ്കടം വന്നു, തൻ്റെ അത്രയും പെട്ടതായ ഒരാളല്ലേ. അങ്ങനെ സങ്കടം വന്ന് ആന പോണില്ല. അപ്പം അതിനെപ്പറ്റി എന്ത് ചിന്തിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു നമ്പീശൻ്റെ ജഡം അവിടെ കിടക്കുന്നുണ്ട്, അവരുടെ വീട്ടുകാർ വന്ന് ഇതിൽ സങ്കടമില്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരില്ല. അപ്പം അങ്ങനെ ഇന്നും കഴിഞ്ഞ കൊല്ലം വരെ ആ കുടുംബക്കാർ വന്നിട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് സങ്കടമില്ല എന്ന് പറയണ ഉണർത്തിച്ചതിന് ശേഷമാണ് ഭഗവാൻ അങ്ങോട്ട് പോരണത്. അങ്ങനെ ആ കരിങ്കല്ല് അത്താണി എന്ന് നമ്മൾ പറയണത് ഒരു ഐഡിയ, ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത്. പണ്ട് കാലത്ത് ഈ തലച്ചോമ്പടായിട്ട് വരുന്ന ആൾക്കാർ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് ഈ ഭക്തന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കരിങ്കല്ല് അത്താണി. ഇന്നും അതവിടെ കാണാം. അത് തട്ടി മാറ്റി കളഞ്ഞിട്ടൊന്നുമില്ല. എത്ര പുരോഗമനം വന്നു കഴിഞ്ഞിട്ടും അത് അവിടെ നിലനിർത്തി. ആ ഒരൊറ്റ കരിങ്കല്ലാണ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം അവിടുന്ന് പിന്നെ പഞ്ചാരിമേളത്തോടുകൂടി വരുന്നു. ആ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വാതിൽ കൂടി ഭഗവാൻ എഴുന്നള്ളുകയും എന്നിട്ട് ആറാട്ടുകടവിലെത്തണം. ആറാട്ടുകടവിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന് പൂജയാണ്, വിസ്തരിച്ചിട്ടുള്ള പൂജയ്ക്ക് ആദ്യം മഞ്ഞൾ അഭിഷേകമുണ്ട്. ഈ മഞ്ഞൾ അഭിഷേകം ചെയ്യുമ്പോൾ ഇടിച്ച് മഞ്ഞളാണ്. ആ മഞ്ഞൾ ശരിക്ക് 3 മണിക്ക് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരലിൽ കുത്തി ഉണ്ടാക്കണതാണത്. അതിൽ ഒരു തരി സ്വർണ്ണം ഇടും. അത്രയും വിശേഷപ്പെട്ടാണ്. ആ സമയത്ത് അപ്പുറത്ത് മേളം ഉണ്ടാവും. ഈ മഞ്ഞപ്പൊടി ഒരു വലിയൊരു വെള്ളി കുടത്തിൽ കെട്ടി മഞ്ഞപ്പട്ട കൊണ്ട് പൊതിഞ്ഞ് ഈ ഭഗവാൻ എഴുന്നള്ളിക്കുന്ന ആനയുടെ മുകളിൽ കയറ്റി കുളപ്രദക്ഷിണമായിട്ട് വന്ന് ആറാട്ടുകടവിൽ എത്തിക്കണം.
എന്താല്ലേ അപ്പൊ ഈ പ്രോസസ്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാണുന്നു, ഉത്സവം കാണുന്നു, മേളം കാണുന്നു, തായമ്പക കാണുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ പുറകില് ഇങ്ങനെയൊക്കെ ഇത്രയും എഫേർട്ട് ഉണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, എത്രയോ ആളുകളുടെ കുറേ സമയത്ത് അധ്വാനം ഉണ്ട്, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നും ഒരു ഉത്സവം. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറയാം, എല്ലാ കൊല്ലവും കണ്ട ഉത്സവം മാതിരി ആയിരിക്കില്ല ഈ ഉത്സവം. അതിന് ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇത്രയും അറിവുകൾ അവർക്ക് കിട്ടുകയാണ്. അതെ. അപ്പോൾ ആ മഞ്ഞപ്പൊടി അഭിഷേകം കഴിഞ്ഞാൽ ഭഗവാൻ ഇളനീരാണ് അഭിഷേകം. ഈ ഇളനീരിനും പിന്നിലൊരു ചെറിയൊരു കഥ ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് കീഴ്ശാന്തി നമ്പൂതിരിമാരുടെയൊക്കെ ഒരു ഹെഡുമാരെയും എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മല്ലിശ്ശേരി തിരുമേനിയാണ്. അങ്ങ് ആ ഏകദേശം പൊന്നാനി അരമംഗലം സൈഡിൽ അവിടുത്തെ അന്നത്തെ വലിയൊരു നമ്പൂതിരിയുടെ ഒരു വിശേഷം, എന്താ വിശേഷം എന്ന് പറയണില്ല. അപ്പോൾ അവിടുന്ന് ദഹനത്തിന് വേണ്ടി ഇവിടുന്ന് തിരുമേനിമാരെ പറഞ്ഞേക്കാന്ന് ഏറ്റു. എന്തോ ഒരു മായയിലാണ് ഏറ്റത്. ആ ദിവസം ഇവിടെ ഭയങ്കരമായിട്ട് തിരക്കുള്ള ഒരു ദിവസമായി. അപ്പോൾ പോവാൻ നിശ്ചയിച്ച 4 ആളുകളിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഈ 4 ആളിൽ 3 ആളെ എത്തിയുള്ളൂ. ഒരാൾക്ക് വരാൻ പറ്റില്ല, അയാൾക്ക് വയ്യാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞ കണക്കിൽ അളവിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കും വേണം. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ എന്താ ഇത്രയൊക്കെ ആയാൽ എങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ അവരാകെ വിഷമിച്ചിരിക്കുക. എന്നിട്ട് ഏതായാലും പണി തുടങ്ങാം എന്ന് വെച്ചാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് അവർ പണി തുടങ്ങി. ഒരു 5 നിമിഷം കഴിഞ്ഞില്ല, വരാമെന്ന് പറഞ്ഞ ഏറ്റാള്, വയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞ ആള് അവിടെ വന്നു പണിയൊക്കെ എടുത്തു. സാധാരണ കഴിയുന്നതിൽ കൂടുതൽ വേഗത്തിൽ ഈ സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കി പറഞ്ഞതിൽ കൂടുതൽ ആളുകൾക്ക് സാധനം തയ്യാറാക്കി. എന്നിട്ട് മാത്രമല്ല, ഈ വന്ന ആളല്ലേ അവസാനം വയ്യാന്ന് പറഞ്ഞ് വന്ന ആള്, അയാൾ പറഞ്ഞു എനിക്ക് ലേശം തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനടി പോവുകയും ചെയ്തു. ഇവരൊക്കെ ദക്ഷിണ മേടിക്കാനും മറ്റൊന്നും നിന്നൊന്നുമില്ല. അപ്പോഴേക്കും ഇയാൾ വേഗം പോവുകയും ചെയ്തു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തമ്പുരാമ്പടിയുടെ ആ ഭാഗത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കണം തോന്നി, ദാഹിച്ചു. അപ്പോൾ ആ തൊട്ടടുത്തുള്ള കിട്ട എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു ഇളനീര് കിട്ടിയ സൗകര്യം എന്ന് പറയുമ്പോൾ ഇതൊപ്പം തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തെങ്ങിൻ്റെ മുളയ്ക്ക് കയറി. അത് എനിക്ക് തീരെ കാത്തു നിൽക്കാൻ സമയമില്ല, അതിന് നേരെ എൻ്റെ ആറാട്ടുകളും ഉണ്ടാകും കൂടെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആകെ സ്തബ്ധനായി. എന്താ ഇങ്ങനെ പറയണത്? ഒന്നും പറഞ്ഞില്ല, പറഞ്ഞതല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹം വേഗം വന്ന് ആറാട്ടുകടവിൽ എത്തിച്ചു, ഇളനീര് കൊടുത്തു. ഇതൊക്കെ കൂടി നോക്കുന്ന സമയത്ത് പിന്നെ ഈ നമ്പൂരിമാർ ഇവിടെ വന്നു, വീട്ടിൽ വന്ന സമയത്ത് ഇദ്ദേഹം പനിച്ച് കിടക്കുകയാണ് അവിടെ, ഇദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ ആ വന്ന ആള്, ആ വ്യക്തി ഭഗവാനാണ്. ആ ഭഗവാനാണ് ഈ കിട്ടനോട് പറഞ്ഞ ഇളനീര് ആറാട്ടുകടവിൽ എത്തിക്കാൻ പറഞ്ഞത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാനാണ് ആ വന്നതെന്നും 4 പേരിൽ ഒരാളായിട്ട് അവിടെ നിന്ന് സദ്യ ചെയ്തു. പിന്നെ അതെ, അതുമാത്രമല്ല അന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഈ ദക്ഷിണ ഈ തിരുമേനിമാരുടെ പറയലുണ്ട്. ഈ തിരുമേനിമാര് അതിൻ്റെ ഒരു സങ്കല്പത്തിൽ ഇന്നും ഒരു പൈസ ഭഗവാന് കാണിക്ക വെക്കും. ഭഗവാൻ ആഘോഷമായിട്ട് ഓരോ വഴിപാടുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ സങ്കല്പം നമ്മളായിട്ടാണ് ഭഗവാൻ വന്നത്. അപ്പോൾ ഭഗവാനെ നമ്മൾ നോക്കണം. ആ നിലയ്ക്ക് ഇന്നും ആ കീഴ്ശാന്തി നമ്പൂതിരിമാർ ആ വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആറാട്ട് ഈ ഇളനീര് കിട്ട കൊണ്ടുവന്ന ഇളനീരാണ് ആദ്യം അറിഞ്ഞത്. പിന്നെ എല്ലാ ഭക്തന്മാരും ഇളനീര് കൊണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ 4 ചെമ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ അഭിഷേകം ചെയ്ത് ഭഗവാനെ ആ ഇളനീരിൻ്റെ കുട്ടകത്തിൽ ഭഗവാനെ കുളിപ്പിച്ച് തന്ത്രി നമ്പൂതിരിപ്പാട് കുളത്തിലേക്ക് ഇറങ്ങും. കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭഗവാന്റെ ഒപ്പം തന്നെ മുങ്ങാൻ ഭക്തജനങ്ങൾക്ക് സൗകര്യമുണ്ട്. അതേവരെ അവിടെ ഒരു സിഗ്നൽ നിലനിൽക്ക് പച്ച ലൈറ്റാവും കത്തി ഉണ്ടാവുക, ചുവപ്പ് ലൈറ്റാവും ഉണ്ടാവുക. ആ ചുവപ്പ് ലൈറ്റ് കെടുത്തിട്ട് പച്ച ലൈറ്റ് ഇടാൻ പറയും. അപ്പോൾ ഭഗവാൻ മുങ്ങണ സമയത്ത് ഈ ലൈറ്റ് മാറ്റി ഭഗവാന്റെ ഒപ്പം തന്നെ മറ്റുള്ള ഭക്തങ്ങൾക്കെല്ലാം അത് ഭഗവാന്റെ ഒരു കളിയാണ്. എൻ്റെ ഒപ്പം തന്നെ വേണം ഭക്തന്മാരെ, അതാണ് ഭഗവാൻ നിശ്ചയിച്ചത്. ഞാൻ കഴിഞ്ഞിട്ട് ഭക്തന്മാരല്ല, എൻ്റെ ഒപ്പം ഭക്തന്മാരുടെ ഒപ്പം ഭഗവാൻ. അങ്ങനെ കുഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഭഗവതിയുടെ ആ വാതിൽമാടത്തിൽ വരുന്നു. എന്നിട്ട് തൻ്റെ സഹോദരിയാണ് ഇരിക്കുന്നത്, അവരൊപ്പം ഇരുന്നിട്ട് ചേച്ചിയല്ലേ, മുതിർന്ന സഹോദരിയല്ലേ, അതെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഭഗവാന്റെ ഉച്ചപൂജ നടക്കുന്നത്. അവിടെയാണ് കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം ഭഗവാന്റെ ഉച്ചപൂജ ആ ഭഗവതിയുടെ വാതിൽമാടത്തിൽ വെച്ചിട്ടാണ്. ബാക്കി എല്ലാ ദിവസവും അകത്ത് അവിടെയാണ്. ഈ ദിവസത്തിലുള്ള പ്രത്യേകത അതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ആനപ്പുറത്ത് കയറിയിട്ട് വരുന്നു. ഉള്ളിൽ 11 പ്രദക്ഷിണം. അപ്പോൾ രാവിലത്തെ ശിവേലി, ഉച്ചത്തെ ശിവേലി, രാത്രി അതുവരെയുള്ള ശിവേലി. പിന്നെ അത്താഴപൂജ കഴിഞ്ഞാൽ വേറെ ശിവേലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ശിവേലിയിൽ 11 ഓട്ടത്തിൽ കഴിയും. 11 പ്രദക്ഷിണം ആന ഓടിക്കഴിഞ്ഞ് ഭക്തന്മാർക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഒപ്പം ഓടാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അങ്ങനെ ഭഗവാന്റെ ഒപ്പം ഓടിക്കഴിഞ്ഞിട്ട് ആ ഭഗവാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ കൊടിയിൽ നിന്ന് ഉള്ള ചൈതന്യം ഭഗവാന്റെ തടമ്പിലേക്ക് ഉദ്ദേശിക്കണം. അങ്ങോട്ട് ചെയ്യുമ്പോൾ ആവാഹിക്കുക, ഇങ്ങനെ വരുമ്പോൾ ഉദ്ദേശിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഉള്ളിലേക്ക് പോകണം. അതോടുകൂടി ഭഗവാന്റെ അക്കൊല്ലത്തെ ഉത്സവം
കഴിഞ്ഞു, ഭക്തജനങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം. പക്ഷെ അകത്തെ ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. ഭഗവാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന് 25 കലശാഭിഷേകമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അഭിഷേകങ്ങൾ കഴിഞ്ഞ് 25 കലശാഭിഷേകം കഴിഞ്ഞ് ഭഗവാന്റെ ഈ ചൈതന്യം മൂലവിഗ്രഹത്തിലേക്ക് ആക്കിയതിന് ശേഷമാണ് 25 കലശം. അങ്ങനെ അഭിഷേകം കഴിഞ്ഞ് ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്താഴ ശിവേലി, ഇതൊക്കെ ആ ഒരു ടൈമിംഗ് ഉണ്ട്. 2 മണിക്കുള്ളിൽ കഴിയണം. അത് കഴിഞ്ഞ് തൃപ്പകം വേണം. അപ്പോൾ അന്ന് തൃപ്പുണ്ട്. അപ്പോൾ ആനോട്ടം കഴിയാൻ തന്നെ 11 മണി 12 മണിയാവും. അത് കഴിഞ്ഞ് കൊടി ഇറക്കി കഴിഞ്ഞ് ഈ ബാക്കി ചിട്ടകളും ചടങ്ങുകളൊക്കെ കഴിയാൻ 2 മണിക്കൂർ. അപ്പോൾ ഒന്ന് കുറച്ച് സ്പീഡ് ഉണ്ടാവും. അങ്ങനെ ശിവേലി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് 2 മണിയാകുമ്പോഴേക്കും തൃപ്പകയും കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഭഗവാന്റെ ഇക്കൊല്ലത്തെ ഉത്സവത്തിൻ്റെ ഒരു ചടങ്ങ്. ഇത് പണ്ട് കാലത്ത് ആദിശങ്കരാചാര്യ നിശ്ചയിച്ചതാണ്, ഈ ഗുരുവായൂരമ്പലത്തിലെ പൂജാവിധികളും ചിട്ടകളൊക്കെ. അത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതിനൊന്നും യാതൊരു മുടക്കമില്ലാതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ യാതൊരു കോട്ടം വരില്ല. എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും പൂജാതി കാര്യങ്ങൾക്ക് ഒരു മാറ്റമില്ല. അത് ഗംഭീരമായിട്ട് നടക്കും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ ഈ ഉത്സവം അത് എല്ലാവരും ഓർക്കുക. ഫെബ്രുവരി 28-ാം തീയതി രാത്രിയാണ് കൊടിയേറ്റം, 9-ാം തീയതിയാണ് ആറാട്ട്. പിന്നെ എല്ലാ ഭക്തന്മാരും ഉത്സവത്തിൽ വരിക, പങ്കെടുക്കുക, ഭഗവാന്റെ ദർശനം നടത്തുക, ഭഗവാന്റെ ഉത്സവ കഞ്ഞി പുഴുക്ക് കഴിക്കുക. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. കാണുന്ന എല്ലാവർക്കും ഈ ഒരു ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ കൂടി സാധിക്കാനായിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാറുള്ളത്, നമ്മൾ ഒരു ജനറലി ഒരു ഗുരുവായൂർ ഉത്സവത്തിന് ഒരു ദിവസം വന്ന് തൊഴുതു പോകണം, അല്ലെങ്കിൽ ഈ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ അവർ എല്ലാ ദിവസവും വന്ന് തൊഴുതു പോകണം. പക്ഷേ ഇതിൽ ഇത്രയ്ക്കും അധികം ഇതിൽ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളതും, ഇത്രയും ആളുകളുടെ എഫേർട്ട് ഉണ്ട് എന്നുള്ളതും, ഇത്രയും വലിയൊരു ചടങ്ങ് ആ പ്രോസസ്സിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ വന്ന് കണ്ടുപോകണമെന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി എന്ന് നിങ്ങൾ ഗുരുവായൂർ ഉത്സവത്തിനെ കുറിച്ചിട്ട് എന്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതൊരു റെഫറൻസ് ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളെല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.